അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിസാർ അമ്പായക്കോണം. എന്താ വിശ്വാസം, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് പരിചയപ്പെടുത്താൻ നമ്മളെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, നമ്മുടെ ഈ ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ഫസ്റ്റില് അതിന്റെ എന്താണ് ഉൾവശത്തില് എന്താണ് അതിന്റെ ഉള്ളില് നടക്കാൻ പോണത്, എന്താണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കണമെന്നില്ല. നമ്മൾ ഫ്രണ്ടില് ഒരു ചെറിയൊരു വിസിറ്റിംഗ് കാർഡ് മാതിരി വരും. ഏതൊരാളെ വീഡിയോ എടുത്ത് നോക്കിയാലും ഫ്രണ്ടില് അതാണ് കാണുക. അത് തുറക്കുമ്പോഴേ പിന്നെ നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പോൾ അത് ഈ യൂട്യൂബ് കമ്പനിയില് അതേമാതിരി ഫേസ്ബുക്കിൽ അതൊക്കെ മാതിരി ബോർഡർമാര് വിസിറ്റിംഗ് കാർഡുമാരിയൊക്കെ. അപ്പൊ നമ്മള് കുറെ ഇങ്ങനെ പഠിക്കണേ, നമ്മൾ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ചെയ്യണതുകൊണ്ടേ. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ ഞമ്മക്കിത് പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാണ്. അപ്പൊ ഞമ്മക്കും പഠിക്കേണ്ടത്, ഏത് 10ാം ക്ലാസ് തോറ്റോന്നും ഇത് പഠിക്കാം. അപ്പൊ എല്ലാവരും കാണുക. അതിന്റെ ബാക്കി അതിലെ കുറെ ടിസ്റ്റുകൾ വേറെ ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയില് പങ്ക് ചേരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളെ ഫോളോ അപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിന്റെ വീഡിയോന്റെ ബാക്കിയുണ്ട്, ലെങ്ത് കൂടുതലായതുകൊണ്ട് താൽക്കാലികം നിർത്തിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മളതിന്റെ ബാക്കി ഭാഗങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പൊ താല്പര്യമുള്ള ആളുകൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, വിമർശനങ്ങൾ അറിയിക്കുക. നമ്മളിപ്പോൾ ആദ്യമായിട്ട് പരിപാടി നോക്കിയതാണ്, തെറ്റുകൾ കുറെ ഉണ്ടാകും. അപ്പൊ അതിന് ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. അപ്പൊ എല്ലാവരോടും നന്ദി, നമസ്കാരം. വീഡിയോ കാണാൻ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ, എന്നാലും എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. അതിന്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ വിടുന്നതായിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം, താങ്ക് യു. നമ്മളിത് പഠിക്കാൻ പറ്റുമെന്ന് എല്ലാവരും നോക്കാം. ഞാനിപ്പോ കുറച്ചൊക്കെ പഠിച്ചിക്കണേ. അപ്പൊ നമ്മൾക്ക് അറിയണ അറിവ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മള് ആ സോഫ്റ്റ്വെയറിനെ ഒന്ന് പരിചയപ്പെടുത്തുക. ആ സോഫ്റ്റ്വെയർ പ്ലേ സ്റ്റോറിൽ പോയാൽ കിട്ടും. അപ്പൊ ആ സോഫ്റ്റ്വെയർ ഏതാന്ന് ചോദിച്ചാല് ഇതാണ് ആ സോഫ്റ്റ്വെയർ. പിക്സൽ ലാബ് ആണ് ഈ സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ എല്ലാവരും ഡൗൺലോഡ് ചെയ്യാം. എന്നതിന് ശേഷം പിക്സൽ ലാബ് അത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം പിക്സൽ ലാബ് പ്ലേ സ്റ്റോറിൽ നോക്കുക. അത് ഇതേമാതിരി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്ത് ഇതേമാതിരി ഒരു സ്ക്രീനാണ് വരിക. അപ്പോൾ നമ്മൾ ഇത് താഴെ ഇതിൽ പല ഐറ്റംസുകളും കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ മുകളിലുള്ള വലത് ഭാഗത്ത് 3 പുള്ളി ഉണ്ടല്ലോ, ആ 3 പുള്ളിയിൽ നിൽക്കുക. അപ്പോൾ അതേമാതിരി ഇങ്ങനെ വരും. അപ്പോൾ അതിൽ നമ്മൾ ഇമേജ് സൈസ് എന്ന് കാണാം. ഇമേജ് സൈസ് എന്ന് എഴുതി കാണാലോ. ഈ ഇമേജ് സൈസിൽ അതിലമർത്തുമ്പോ ഇങ്ങനൊരു സാധനം വരും. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റിലുള്ള ഈ ഇതില് ഈ ബട്ടണില് ഫസ്റ്റില് ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ കൊടുക്കുക. എന്താ വെച്ചാൽ ഇംഗ്ലീഷിന്റെ പേരൊന്ന് പറയാത്തതെന്ന് വെച്ചാൽ ഇത് മലയാളം, ഒറിജിനൽ മലയാളം ആയിക്കോട്ടെ, സാധാരണക്കാരന് മനസ്സിലാകാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഫസ്റ്റിലുള്ള ഇംഗ്ലീഷ് വാചകം എഴുതിയിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു ആരോ മാർക്ക് മതി. ഇതില് നെക്കിയാല് ഇങ്ങനെ താഴോട്ട് ഇത് വരും. അപ്പൊ ഇതില് നമുക്കിപ്പോ യൂട്യൂബ് ചാനല്, യൂട്യൂബ് കമ്പനിയില്, അതേമാതിരി ഫേസ്ബുക്ക് കവർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ സാമ്പിൾ നോക്കുക. നമ്മളിപ്പോ പഠിച്ചു വരികയല്ലേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് യൂട്യൂബിന്റെ അത് ഒന്ന് നോക്കാം, ഇത് എങ്ങനെ നിർമ്മിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ യൂട്യൂബിന്റെ ഈ ഇതിൽ അമർത്തുക. എന്നിട്ട് ഇവിടെ ഈ ഓക്കെ എന്നുള്ള അതിന്റെ സൈസാണ്. സൈസ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാട്ടോ. അപ്പൊ നമ്മളിപ്പോ താൽക്കാലികം ഇങ്ങനെ പഠിക്കുക. ഒന്നായിട്ട് ഒക്കെപ്പാടായ പിന്നെ ഭ്രാന്താവും. അപ്പൊ ഇങ്ങനെ ആയിട്ട് പിന്നെ ഈ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോ അപ്പൊ എന്താ നമ്മള് ഏകദേശം ഇപ്പൊ നമ്മളെ യൂട്യൂബിന്റെ ഒരു സാധനം പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ഏകദേശം ആ ഒരു സൈസ് സാധനമാണ് ഇപ്പൊ ഈ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഇനി നമുക്കിപ്പോ അത് പിന്നെ വേറെ കളറോ അങ്ങനെ എന്തെങ്കിലും ആ കളറ് മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്ക്രീൻ ഉണ്ടല്ലോ, ഈ സ്ക്രീൻ ഇവിടെ ന്യൂ ടെക്സ്റ്റ് എന്ന് എഴുതിയില്ലേ, ഈ സ്ക്രീനിന്റെ ഇവിടെ 2 പ്രാവശ്യം ടച്ച് ചെയ്യുക. അതല്ലെങ്കിൽ താഴെ പിന്നെ എന്ന് കാണില്ലേ, ആ കഴിഞ്ഞ് പിന്നെ ഒരു വട്ടപൂജ്യം കണ്ട, ആ വട്ടപൂജ്യം കഴിഞ്ഞ് 2 സ്ക്വയറിന്റെ ചിഹ്നം കണ്ടില്ലേ, ഈ താഴെ 1, 2, 3 4ാമത്തെ ഈ അടിയിൽ ഏറ്റവും താഴെ ഈ 2 സ്ക്വയറിന്റെ ചിഹ്നം കാണുന്ന ഇവിടെ നിൽക്കുക. അപ്പൊ ഇവിടെ ഇതേമാതിരി ഇങ്ങനെ വരും. അപ്പൊ ഈ കളറാണ് ഫസ്റ്റ് തന്നെ കാണുന്നത്. അത് ബക്കറ്റിൽ നിന്ന് തുള്ളി വീണ മാതിരി ഉണ്ടല്ലോ, ഇതില് അതാണ് കളറ്. അവിടെ നിൽക്കുക. അവിടെ നിൽക്കിയതിന് ശേഷം ഇവിടെ താഴെ കാണാം കളറുകൾ, പല കളറുകളും വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പൊ നമ്മള് ഈ ഫസ്റ്റിൽ കളർ നിൽക്കുമ്പോ അവിടെ കളറ് മാറും. ഇവിടെ കളറ് വേറെ ഇങ്ങനെ കളറുകൾ ഇങ്ങനെ ഇതേമാതിരി ഇങ്ങനെ മാറി ഇങ്ങനെ വരും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറ്
നമുക്കതിന്ന് സെലക്ട് ചെയ്യാം. ഇങ്ങനെ നീക്കിയാൽ പല പല കളറും ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിതൊന്ന് പഠിക്കല്ലേ. അപ്പൊ നമ്മളിപ്പോ ഒരു കളറ് നോക്കണം. നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ചേഞ്ച് ആക്കുക, പല ഇഷ്ടംമാതിരി ചെയ്യട്ടോ. അപ്പൊ നമ്മളിപ്പോ ഈ കളർ സെലക്ട് ചെയ്തിട്ടോ. ഈ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇമേജ്, ഒരു ഫോട്ടോ, നമ്മളൊരു ഫോട്ടോ നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോനെ ഇങ്ങോട്ട് എങ്ങനെ കൊണ്ടുവരുന്നു, എങ്ങനെയാണെന്ന് നോക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോ നമ്മൾ നേരെ ഈ കളർ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലതു ഭാഗത്ത് ശരി, അത് ഇൻഡുവിന്റെ ചിഹ്നം, അതിൽ ശരി കൊടുക്കണം കേട്ടോ. അപ്പൊ അത് ശരിയായി. ഇനി നമ്മള് മുകളില് പിന്നെ നമുക്കിത് പല കോലത്തിലും ആക്കട്ടോ. ഇതിന്റെ അടിയിൽ ഓരോ ഈ കളറിന്റെ അപ്പുറത്ത് കണ്ടിട്ടില്ലേ, ബ്ലറായിട്ട് കാണാം, ഇമേജ് സൈസ് ആക്കാം, പല ഐറ്റംസുകളും ഇങ്ങോട്ട് കുറെ ഐറ്റംസുകളുണ്ട്, ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ മുകളില് ഒരു പ്ലസ് ചിഹ്നം കണ്ടില്ലേ, ഏറ്റവും മുകളില് ഇടത്ത് സൈഡില് ഒരു പ്ലസ് ചിഹ്നം കണ്ടില്ലേ, ആ പ്ലസ് ചിഹ്നത്തിൽ നിൽക്കുക. ആ നെക്കിന് ശേഷം അതില് ഗാലറി ഫ്രം ഗാലറി എന്ന് കാണാം. നമ്മളെ ഫോട്ടോസുള്ള നമ്മുടെ ഗാലറിന്റെ ആ ഇതിക്ക് പോകും. അപ്പൊ അവിടെ നിൽക്കുക. അവിടെ നെക്കി കഴിഞ്ഞാൽ ഇതേമാതിരി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഞാനിതിലൊരു ഫോട്ടോ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ അവിടെ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഫോട്ടോ എങ്ങനെ സെറ്റ് ചെയ്യുമോ, എങ്ങനെ ഉണ്ടാക്കുമോ എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരും. ഇപ്പൊ നമ്മൾ ഒരു സാധനം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പൊ ഞാൻ സെറ്റ് ചെയ്ത ഒരു ഫോട്ടോ ഇതിലുണ്ട്. അപ്പൊ ഞാൻ അത് സെലക്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. എളുപ്പത്തിൽ പരിപാടി വീഡിയോസ് കുറെ ലെങ്ത് ആവും. അപ്പൊ ആളുകൾക്ക് ചിലപ്പോൾ ഭ്രാന്താവും. ഇത് ഫുള്ള് കാണണം, പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് ഞങ്ങള് അവിടെ ഇവിടെ നക്കാതെ ഫുള്ളായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ താൽക്കാലികം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത ഫോട്ടോ ആണ്, ഇതിനെ നെക്കി. അപ്പൊ അത് നെക്കുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതേമാതിരി ഒരു സാധനത്തേക്ക് വരും. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതേമാതിരി ഒന്ന് ചെറുതാക്കി കൊടുക്കുക. അതിമ്മ അങ്ങനെ നെക്കിയാല് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഇഷ്ടത്തിനൊക്കെ സാധനം അതാണ്. ഇതുണ്ടോ, നമ്മളെ ഇഷ്ടത്തിനൊക്കെ അതേമാതിരി. എന്നിട്ട് താഴെ ഭാഗത്ത് ഇവിടെ ശരി എന്ന് കണ്ട താഴെ ഭാഗത്ത് വലത് സൈഡില് ലാസ്റ്റില് ശരിന്റെ ചിഹ്നം കാണാം, അതിമ്മ കൊടുക്കുക. അപ്പൊ ആ ഫോട്ടോ ഇവിടെ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് ചെറുതാക്കണം. ഇപ്പൊ അതിനൊന്ന് ഞാൻ ചെറുതാക്കി ഇതിനെ ഈ ഒരു സൈഡിക്ക് ഞാൻ അവിടെ വെച്ചു. എന്നിട്ട് ഇവിടെ ഒന്ന് നെക്കിയാൽ അവിടെ ആ ചിഹ്നം അതിൻ്റെ അത് പോകും. ഇനി നമുക്കിവിടെ നമ്മളൊരു പിന്നെ എന്താണ് ടെക്സ്റ്റ് മെസ്സേജ് കൊടുക്കണം. അതിനെന്ത് ചെയ്യാം? ഇവിടെ ഒരു കള്ളിയുണ്ട്. ഞാൻ അതല്ലെങ്കിൽ മുകളിലെ പ്ലസ് ഉണ്ട്, ആ പ്ലസ്സിൽ നിൽക്കാനും മുകളില് ഏറ്റവും മുകളില് ലെഫ്റ്റ് സൈഡിൽ മുകളിലൊരു പ്ലസ് ഉണ്ട്, ആ പ്ലസ് ചിഹ്നത്തുമ്പോൾ നിൽക്കിയാലും അവിടെ നമ്മൾ നേരത്തെ ഫോട്ടോ ഫ്രം ഗാലറി നിർത്തില്ല, അതിന്റെ ഫസ്റ്റില് ഉണ്ടാവും പിന്നെ ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ടാവും, അതിലും പോകാം. അപ്പൊ ഇതിൽ നമ്മൾ താൽക്കാലം നമ്മൾ ഇതില്ല പോണേ. ഇപ്പൊ ഇവിടെ നമ്മൾ നെക്കി, ഇവിടെ ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളില് 2 പ്രാവശ്യം നക്കണം. അപ്പൊ അതേമാതിരി ടെക്സ്റ്റ് മെസ്സേജ് കണ്ടില്ലേ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യാ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്ത യൂട്യൂബ് നോക്കാം. യൂട്യൂബായില്ലേ. അപ്പൊ ആ യൂട്യൂബ് അവിടെ നമ്മൾ അടിയിൽ പേര് എഴുതിയാലും ഇപ്പൊ മലയാളം ആക്കണമെങ്കിലും മലയാളം നമ്മളെ ഈ മറ്റേ കീബോർഡിന്മേ മലയാളം ഉണ്ടെങ്കിൽ മലയാളം ആക്കാൻ, അതല്ലെങ്കിൽ മലയാളം കിട്ടും. അപ്പൊ യൂട്യൂബ് എഴുതി ലാസ്റ്റ് നമ്മൾ എന്താ ഇവിടെ ഓക്കെ എന്ന് കൊടുക്കും. ആ ഓക്കെ എന്ന് കൊടുക്കുമ്പോൾ നമ്മളെ യൂട്യൂബ് എന്ന് അവിടെ വന്നു. ഇനി അത് ആ യൂട്യൂബ് എന്നുള്ളത് നമുക്ക് കളറാക്കണം, അതിന്റെ മോഡല് മാറ്റണം. അപ്പൊ അത് അതിന്റെ അക്ഷരത്തിന്റെ സൈസൊക്കെ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ അടിയില് നമ്മൾ പറഞ്ഞില്ലേ ഒരു 3 വൃത്താകൃതിയിലെ സാധനം എയും ഒരു റൗണ്ടൊക്കെ അല്ലേ. അപ്പൊ അതിലിങ്ങനെ വരിക, അതിലിങ്ങനെ പോരുക. ഇപ്പൊ എ എന്നുള്ള ഇതിൽ നെക്കിയാല് ഇതേമാതിരി ഓരോ സാധനങ്ങൾ വരും. അതിലിങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 12 13 ഈ എ ബി എന്ന് എഴുതിയ കണ്ടില്ല നിങ്ങൾ? ഈ എ ബി നിൽക്കുക. അപ്പൊ അതിന് അതേമാതിരി ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് പല ഇഷ്ടത്തിന് നമുക്ക് അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ കോലം സൈസ് എന്നൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പൊ ഇതിൽ നമ്മളിങ്ങനെ പോരുമ്പോ ഇതിൽ പല അക്ഷരങ്ങളും ഉണ്ട്, പല അക്ഷരങ്ങളൊക്കെ. അപ്പൊ ഞാൻ കുറച്ച് കട്ടിയുള്ള യൂട്യൂബിൽ നിന്നാണ് കുറച്ച് കട്ടിയുള്ളത് ആക്കാന് 1 2 3 4 5 6 7 8 9ാമത്തെ സാധനം നെക്കി. അപ്പൊ അത് കുറച്ച് കട്ടി കൊടുക്കും. ഈ 9ാമത്തെ നെക്കി. അപ്പൊ ഇവിടെ നിന്നിട്ട് അടിയിൽ ഓക്കെ കൊടുത്താൽ കേട്ടോ. അപ്പൊ യൂട്യൂബ് കുറച്ച് കട്ടിങ്ങാനും കൂടിയില്ലേ. ഇനി നമുക്കത് കളറ് മാറ്റണം. ആ കളറ് മാറ്റാൻ എന്ത് ചെയ്യും? നമ്മള് വീണ്ടും ഇത് ഇങ്ങോട്ട് ബാക്ക് കൊണ്ടുവരാം. ബാക്ക് കൊടുന്നാല് ബാക്ക് കൊണ്ടണ്ട, ഏകദേശം നമ്മൾ ആ AB കണ്ടിട്ട് അടുത്ത് കളർ കണ്ടില്ലേ, അതാ കളർ. ഈ കളറിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാ ചോപ്പ്, പല കളറും ഇവിടെ ഇങ്ങനെ ആവും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ വന്നാ അപ്പൊ നമ്മള് യൂട്യൂബ്, അപ്പൊ നമ്മൾ യൂട്യൂബ് ആ വെള്ളിയിൽ കിടക്കട്ടെ. അത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ആ കളർ ആയതുകൊണ്ട് പിന്നെ അത് വെള്ളിയിൽ ആകണം. അത് വെള്ളിയിലായാൽ പോലെ നമ്മൾ ആ കളറൊന്ന് മാറ്റണം. അപ്പൊ അതിനെന്ത് ചെയ്യാ, ഇവിടെ ഒന്നും കൂടി നിൽക്കുക. ഇവിടെ നിൽക്കിയാൽ ഇങ്ങനെ വരിക. ഇവിടെ ലാസ്റ്റ് പിന്നെ നമ്മൾ നാട്ടിൽ കളർ കണ്ടില്ല, ഇതിൽ വന്നിട്ട് കളർ നിൽക്കുക. എന്നിട്ട് കളറ് നമുക്ക് ഇങ്ങനെ ഇതേമാതിരി നമുക്ക് ഇഷ്ടമുള്ള കളറാക്കാം. നമ്മൾ ഈ ഒരു കളർ ആയിക്കോട്ടെ, നമുക്ക് യൂട്യൂബിനെ എന്നിട്ടിവിടെ ശരി കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ പിന്നെ അതിന്റെ കളറൊന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ മാതിരി എയിൽ പോകും. എയിൽ പോയിട്ട് ഇങ്ങനെ വരിക, കളറിന്റെ ചിഹ്നം ഇവിടെ ഈ കളറിന്റെ ചിഹ്നത്തിൽ വരിക. എന്നിട്ട് നമ്മൾ ആ യൂട്യൂബിനെ ഇപ്പൊ യൂട്യൂബ് കളറ് മാറി. ഇനി അത് കുറച്ച് വലിയതാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ 2 വിരലുകൊണ്ട് പിടിച്ചിട്ട് ഒന്നിങ്ങനെ നമ്മൾ ഉള്ളിൽ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലുതാക്കിയാൽ അങ്ങനെ വലുതാവും. അപ്പൊ യൂട്യൂബായി. മനസ്സിലായില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി അതിന്റെ അടിയിൽ നമുക്ക് ഒരു ഫേസ്ബുക്ക് കൊടുക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് കൊടുക്കട്ടോ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാ, ഓക്കെ കൊടുക്കുക. ഓക്കെ അത് കൊടുത്തു കൊണ്ട. ഇനി നമ്മൾ അവിടെ ഫേസ്ബുക്കും കൂടി ചെയ്താൽ അപ്പൊ അതിനെന്ത് ചെയ്യണം, മുകളില് ആ പ്ലസ് ഉണ്ടല്ലോ, ആ പ്ലസ്സിൽ ഇവിടെ വെക്കിയിട്ട് ഫ്രം ഗാലറി കൊടുക്കുക. അല്ല, ഫ്രം ഗാലറി അല്ല കേട്ടോ, പ്ലസ് കൊടുക്കുക. ഫസ്റ്റ് തന്നെ ടെക്സ്റ്റ് എന്ന് കാണാം, ആ ടെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ ഇവിടെ അതേമാതിരി ഒരു സാധനം വീണ്ടും വരും. അത് വലിച്ചിങ്ങനെയൊക്കെ നീട്ടട്ടോ. എന്നിട്ട് അതിന്റെ ഉള്ളിൽ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇതേമാതിരി വരും. അപ്പൊ നമ്മൾ എന്നിട്ട് അവിടെ ഫേസ്ബുക്ക് വന്നു. ഇവിടെ കീബോർഡിൽ ഓക്കെ കൊടുക്കുക. മുകളിൽ ഫേസ്ബുക്ക് വന്നു. ഇവിടെ ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ ഫേസ്ബുക്കിന്റെ കോലൊന്ന് മാറ്റണം. അപ്പൊ അതിന് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ബാക്കോട്ട് പോരുക. നമ്മൾ നേരത്തെ വന്ന മാതിരി ആ AB ഉണ്ടല്ലോ, ഈ ABന്റെ അവിടെ വന്നിട്ട് താഴത്തെ ഈ കോളത്തിൽ AB എന്നുണ്ട്, ആ ABയിൽ അമർത്തുക. അതിങ്ങനെ വരിക. നമ്മളെ കട്ടിയുള്ള തന്നെ ആ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇവിടെ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഫേസ്ബുക്ക് കട്ടിയിൽ ഫേസ്ബുക്ക് വന്ന് ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഫേസ്ബുക്കിന് അവിടെ ഒരു സ്പേസ് ഉണ്ട്, ഒരു ചെറിയൊരു സ്പേസ് ഇവിടെ നമുക്കൊരു ആവശ്യമുണ്ട്. ഇനി നമ്മൾ വേറൊരു ടെക്സ്റ്റും കൂടി അവിടെ ചെയ്യാൻ പോവാണ്. ഇവിടെ താഴെ ഇപ്പൊ ഫേസ്ബുക്ക് നമ്മളിവിടെ കൊടുത്തു. ഇനി നമ്മൾ ഒരു ടെക്സ്റ്റും കൂടി നമുക്ക് എഴുതണം. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ ടെക്സ്റ്റ് എന്ന് കാണുന്ന ആ പ്ലസ്സിൽ നിർത്തുക, ടെക്സ്റ്റ് അമർത്തുക. ഇവിടെ ഇതേമാതിരി സാധനം വീണ്ടും വന്നിട്ടുണ്ടാവും. അതൊന്നും ഇങ്ങനെ വലിച്ചു നീട്ടുക. എന്നിട്ട് ഈ ന്യൂ ടെക്സ്റ്റ് എന്നുള്ളിടത്ത് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമ്മൾ എഴുതുക. ഞാൻ ഇപ്പം എൻ്റെ ചാനലിൻ്റെ പേര് അമ്പായക്കോടൻ റാഡോ കൊടുത്ത്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുകളിൽ ഈ വലത് സൈഡിലുള്ള ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ പിന്നെ അത് നമുക്ക് അതിൻ്റെ ഇതൊന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആ ABയിൽ വരിക. AB അവിടെ AB ഇവിടെ വരിക, നിൽക്കുക. അതിന് കട്ടി കുറക്കണമെങ്കിൽ കട്ടി കുറക്കുക, കട്ടി കൂട്ടണമെങ്കിൽ കൂട്ടുക. നമ്മൾ ഇത് ഇഷ്ടമുള്ള ഏതിൽ നിൽക്കാനോ അതിൻ്റെതായ മോഡലിൽ സാധനം വരും, നമ്മുടെ ഇഷ്ടത്തിന് ആക്കാം. അപ്പം അമ്പായക്കോടെ ഇവിടെ വന്ന് അതിനൊന്ന് ചെറുതാക്കുക. അത് കുറച്ച് വലിയതായി. അപ്പം എന്താ ചെയ്യുക,
ഇനി അതിനെന്ത് ചെയ്യാം, നമുക്ക് അതിനൊന്ന് റൗണ്ട് ആക്കാൻ പറ്റുമോ നോക്കാം.